ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രെൻഡിൽ രണ്ടാമത്തെ ട്രെൻഡാണ്. മാർക്കറ്റിൽ വരുന്ന രണ്ടാമത്തെ ട്രെൻഡ്. അപ്പോൾ ആദ്യത്തെ ട്രെൻഡ് ഏതാണെന്നും ബാക്കി വീഡിയോസ് ബിഗിനേഴ്സ് കണ്ടിട്ടില്ലാതെ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് വരരുത്. അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ രണ്ടാമത്തെ ട്രെൻഡ് മെയിൻലി അപ്പ് ട്രെൻഡ് കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. ഇനി ഡൗൺ ട്രെൻഡ്. ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പം എപ്പോഴും തുടങ്ങുന്ന എവിടെ നിന്നായിരിക്കും? ഒരു ഡൗൺ മൂവ്മെൻറ്റ് തുടങ്ങുന്ന എപ്പോഴും മുകളിൽ നിന്നായിരിക്കും. മുകളിൽ നിന്ന് താഴോട്ട്, അതായത് ഇതിങ്ങനെ വരും. ഇങ്ങനെ ആയിരിക്കും ഡൗൺ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പ് മൂവ്മെന്റ് നിങ്ങൾക്ക് ഇന്നലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പോകും. ഇതാണ് അപ്പ് മൂവ്മെന്റ്. അപ്പോൾ ഇത് ഡൗൺ മൂവ്മെന്റ്, ഇത് അപ്പ് മൂവ്മെന്റ്. ഇങ്ങനെയാണ് മെയിൻലി മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി ഡൗൺ ട്രെൻഡ് എങ്ങനെ വരയ്ക്കാം? ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു മാർക്കറ്റ്. ഇവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് നിൽക്കുന്നു. നേരെ തിരിച്ചു പോകുന്നു. തിരിച്ച് ഇങ്ങനെ വരുന്നു. നേരെ തിരിച്ചു പോകുന്നു. നേരെ തിരിച്ച് ഇങ്ങനെ വരുന്നു. നേരെ തിരിച്ചു പോകുന്നു. നേരെ തിരിച്ചു വരുന്നു. നേരെ തിരിച്ചു പോകുന്നു. തിരിച്ചു വരുന്നു. നമുക്കിവിടെ റെസ്റ്റ് കൊടുക്കാം, കാരണം ഇനി എനിക്ക് വരയ്ക്കാം വയ്യ. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയ കണക്ക് നമുക്ക് എവിടെയൊക്കെ മാർക്ക് ചെയ്യേണ്ടി വരും? ഇന്നലെ മീൻസ് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയ കണക്ക് ഇതൊരു പോയിന്റ് അല്ലേ? ഈ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് ദിസ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടി വരും. അതേപോലെ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണോ? ചെയ്യണം. ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണോ? അതേപോലെ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണോ? അതേപോലെ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണോ? ആൻഡ് ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണോ? യെസ്, നമ്മൾ ചെയ്തു. അപ്പോൾ മെയിൻലി ഇതാണ് ജസ്റ്റ് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ സെല്ല് ബൈ എന്ന് നോക്കണ്ട, ജസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹയർ ഹൈസും ഹയർ ലോസും ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലോവർ ലോസും ലോവർ ഹൈസും ആണ് കിട്ടുന്നത്. ലോവർ ലോസും ലോവർ ഹൈസും. അപ്പം ഇതാരാണ്? താഴെ പറയൂ 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 ദിസ് ഇസ് കാൾഡ്, ഇത് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ആണ്. കാരണം ഇത് ലോ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈ പോയിന്റ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഹൈ. മറ്റവിടെ ഏറ്റവും താഴെ നമ്മൾ ലോ ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ നിന്നായതുകൊണ്ട് ദിസ് ഈസ് കോൾഡ് ഹൈ. എന്ത് എച്ച് ഹൈ. ഓക്കെ, അപ്പോൾ ഇതാരാ? ഇത് നമുക്ക് ലോവർ ലോ ആണ്. താഴോട്ടല്ലേ പറഞ്ഞത്? ഓ, ഇത് നമുക്ക് ലോവർ ലോ എൽ എൽ. ആൻഡ് ദിസ് എൽ എച്ച് ലോവർ ഹൈ. ഇത് നമുക്ക് ലോവർ ലോ ആണ്. ആൻഡ് ദിസ് എൽ എച്ച്, ഇത് നമുക്ക് എൽ എച്ച് ആയിട്ട് വരും. ഇത് നമുക്ക് എൽ എച്ച് ആയിട്ട് വരും. ഇത് നമുക്ക് എൽ എൽ ആയിട്ട് വരും. ഓക്കെ, ഇത് നമുക്ക് എൽ എൽ ആയിട്ട് വരും. ആൻഡ് ഇത് നമുക്ക് എൽ എൽ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ കാര്യം മനസ്സിലായ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട അതിനെ തിരിച്ചിട്ടു എന്നത് മാത്രമേ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതായത് ഈ പോയിന്റ്, ഈ പോയിന്റ്, ഈ പോയിന്റ്, ഈ പോയിന്റ്, ആൻഡ് ദിസ് പോയിന്റ്, ആൻഡ് ദിസ് പോയിന്റ്, ദിസ് പോയിന്റ്, ദിസ് പോയിന്റ്, ആൻഡ് ദിസ് പോയിന്റ്. അപ്പോൾ ഇതെല്ലാം ലോവർ ലോസും ലോവർ ഹൈസും ആണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അതായത് മാർക്കറ്റ് നമുക്ക് പ്രൈസും കൂടെ ഒന്ന് നോക്കി പോകാം. പെട്ടെന്ന് നമുക്ക് പ്രൈസും ഒന്ന് നോക്കി പോകാം. കാരണം വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവില്ലെന്ന് എനിക്കും അറിയണമല്ലോ.
അതായത് 1,07,000 നിന്ന ബിറ്റ്കോയിന് 1,01,000 വരുന്നതിന് മുമ്പ് ഇറങ്ങി കയറി വരുന്ന കുറേ പോയിന്റ്സ്. ആ ഒരു ഡൗൺ മൂവ്മെൻറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ആ ഒരു ഡൗൺ മൂവ്മെൻറ്റിൽ വരുന്ന ഒരുപാട് കണക്റ്റിംഗ് പോയിന്റ്സിനെ ചേർത്ത് വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഈ ഒരു സ്ട്രക്ചറിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്കുള്ള നിബന്ധനകളുണ്ട്. ഈ ഒരു ട്രെൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോവർ ഹൈസ് ലോവർ ലോസ് കറക്റ്റായിട്ട് വരണം. അതായത് ഇതൊരിക്കലും ഇങ്ങനെ കയറി പോകരുത്, മനസ്സിലായില്ലേ? ഈ ഒരു പോയിന്റ് ഒരിക്കലും ഇങ്ങനെ കയറി ഇവിടെ എത്തിയാൽ ഈ ട്രെൻഡ് തീർന്നു. ഈ ഒരു പോയിന്റ് എപ്പോഴും ഇവിടെ നിൽക്കാവും. അതായത് ഈ ഒരു പോയിന്റിനേക്കാളും താഴെ, അതായത് 106-നേക്കാളും 105, 105, 79, 104, 550, മനസ്സിലായില്ലേ? ഇങ്ങനെ വരണം. അപ്പോൾ ഈ ലോവർ ലോസും ലോവർ ഹൈസും ഇവിടെ നമ്മൾ ഒരു 3 കണക്റ്റിംഗ് പോയിന്റ് എങ്കിലും കിട്ടിയാലേ കറക്റ്റായിട്ട് ഇതൊരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ദിസ് ഈസ് കോൾഡ് എ ഡൗൺ മൂവ്മെൻറ്റ്. ഇതൊരു ഡൗൺ മൂവ്മെൻ്റ് ആണ്, നോട്ട് എ ഡൗൺ ട്രെൻഡ്. കാരണം ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ചേർത്ത് വരയ്ക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ചേർത്ത് നോക്കാനും പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നൊരു ഡൗൺ മൂവ്മെൻ്റ് ആണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഹൈ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ പോലും ഇവിടെ ഒന്ന് വരും. പിന്നെ അടുത്ത അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടില്ലേ? പിന്നെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒരു വലിയൊരു കണക്ഷൻ കൊടുക്കാം. അല്ലാതെ ക്യാൻഡിൽ സ്റ്റിക്സ് ഒന്നും നോക്കിയിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു കണക്ഷൻ ഇവിടെ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം എന്നല്ലാതെ, അത് പക്ഷേ ആ ഒരു ഹൈ നമുക്ക് അങ്ങനെയാണ് എടുക്കാനും പറ്റത്തില്ല. കാരണം ഇവിടെ ഈ ഒരു ഹൈയെ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു ഇത് വരെയാണെങ്കിൽ കണ്ട, ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം 2 ഹൈ, കണ്ടില്ലേ? അല്ലാതെ ഇതിൻ്റെ ഇടയിൽ വേറെ ഒരു സംഭവം ഇല്ല. ഒരു കണക്ഷൻ 1 and 1 end അത്രയേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് കോൾഡ് എ ഡൗൺ മൂവ്മെൻറ്റ്, നോട്ട് എ ഡൗൺ ട്രെൻഡ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ കണക്ക് ഡൗൺ ട്രെൻഡ് വേറെ, ഡൗൺ മൂവ്മെൻറ്റ് വേറെ. ഒരു പെട്ടെന്നുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഡൗൺ മൂവ്മെൻറ്റ്. എന്നാൽ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് ലോവർ ഹൈസും ലോവർ ലോസും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം നമുക്ക്. അതിന് മാർക്കറ്റ് ഒന്ന് ഇങ്ങനെ എടുക്കണം, മാർക്കറ്റ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കണം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം നോക്കാം, ഒരു ട്രൈ. ഇവിടെ നമുക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം, മനസ്സിലായില്ലേ? അവിടെ ഒരു 1, 2, ഇവിടെ ഒരു 3 ടച്ചിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ടച്ചിങ്, കറക്റ്റ് ഒരു 3 ടച്ചിങ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റേഞ്ച് കണ്ടില്ലേ? ഇവിടെ നമുക്ക് കറക്റ്റ് ഒരു 3 ടച്ചിങ്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു റേഞ്ച്. അത് ഒന്നാമത്തെ പോയിന്റ് ദിസ്, ആൻഡ് രണ്ടാമത്തെ പോയിന്റ് ദിസ്, ആൻഡ് മൂന്നാമത്തെ പോയിന്റ് ദിസ്. അതിൻ്റെ ഇടയിലുള്ള ക്യാൻഡിൽസ് ഒന്നും നോക്കുന്നില്ല. ഇവിടെ ഒരു അപ്പ് മൂവ്മെൻറ്റ് പോലെ നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അതെപ്പോഴും ഡൗൺ ആണ്. കാരണം ആൻഡ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1.7 ആൻഡ് ദിസ്, 1.5 ആൻഡ് ദിസ്, 1.3. ഇവിടെ വന്നിട്ട് നമ്മുടെ കറക്റ്റ് എടുത്തൊരു പോയിന്റ് ഏറ്റവും ലോ എന്ന് പറയുന്നത് ഇതാണ്, ഈ പോയിൻ്റാണ് 1.4, 1.5. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കുവാണെങ്കിൽ നേരെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഹൈ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഇതെടുക്കേണ്ടി വരും, ഈ പോയിന്റ് 1, 2, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന്, ദിസ് 1 ആൻഡ് ദിസ് ആൻഡ് ദിസ്. അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ അണ്ണം പിന്നെ തിരിച്ച് ഇങ്ങനെ അങ്ങ് കയറിപ്പോയി. കണ്ടാ, മുകളിലോട്ട് പോയാൽ കണ്ടാ ഈ ട്രെൻഡ് അങ്ങ് കളഞ്ഞു. ട്രെൻഡിനെ അങ്ങ് മൊത്തത്തിൽ കളഞ്ഞിട്ട് പോയി. ഇവിടെ വന്നിട്ട് നമുക്ക് പിന്നെ എങ്ങനെ വരായിരുന്നത്? പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഡൗൺ ട്രെൻഡ് കറക്റ്റ് പാറ്റേൺ വരികയാണെങ്കിൽ ഇങ്ങനെ വരണമായിരുന്നു, മനസ്സിലായില്ലേ? ഇവിടെ ഇത്രയും കയറാതെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എവിടെയെങ്കിലും വന്നു നിന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ? അപ്പോൾ ഇതേപോലെ വരയ്ക്കുക, മാർക്കറ്റ് എടുക്കുക, വരയ്ക്കുക. ലോങ്ങർ സിനാരിയോ ആണെങ്കിലും വരയ്ക്കുക. അതിങ്ങനെ ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് ഏതാണ്, അപ്പ് ട്രെൻഡ് ഏതാണ്, അപ്പ് മൂവ്മെൻറ്റ് ഏതാണ്, ഡൗൺ മൂവ്മെൻറ്റ് ഏതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അപ്പ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിനെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഇവിടുത്തെ ഒരു സിനാരിയോ
ഇങ്ങനെ ഒരു കണക്ഷൻ വേണമെങ്കിൽ ഒരു 2-3 ടച്ചിങ്സ് നമുക്കൊരു ടച്ചിങ്സ് കിട്ടി. നമുക്കൊരു 2-3 ടച്ചിങ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു ഷോർട്ടർ ടൈം പീരീഡാണ്, ലോങ്ങർ ടൈം പീരീഡ് അല്ല, ഷോർട്ടർ ടൈം പീരീഡാണ്. ഇത് 15 മിനിറ്റിൻ്റെ ഒരു ഇതാണ് എടുക്കുന്നത്. അപ്പം ഏതാണ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ടൈം പീരീഡ് മാറുന്നതനുസരിച്ചിട്ട് മൊത്തത്തിൽ ട്രെൻഡ് മാറാം. അതായത് അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഇവിടുത്തെ ടൈം ഫ്രെയിം അനുസരിച്ചാണ് ട്രെൻഡ് വരുന്നത്. അതായത് 15 മിനിറ്റിലുള്ളായിരിക്കുന്ന ട്രെൻഡ് ആയിരിക്കത്തില്ല ഒരിക്കലും 1 മണിക്കൂറിലുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ട്രെൻഡ് ഏതാണ്? ഇവിടെ ഇപ്പോൾ നമുക്ക് ഡൗൺ ട്രെൻഡാണ് നിൽക്കുന്നത്. അതായത് ഡൗൺ ട്രെൻഡ് അല്ല, ഡൗൺ മൂവ്മെൻ്റ് ആണ് നിൽക്കുന്നത്. കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതും ഡൗൺ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഡൗൺ ഇങ്ങനെ കണക്ട് ചെയ്ത് വച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഡൗൺ ട്രെൻഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇനി ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇങ്ങനെ വച്ച് പോവാം. ഇങ്ങനെ ഒരു ലെവലിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡൗൺ ട്രെൻഡ് വേണമെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം ഇവിടെ വന്നിട്ട് ഇനി മാർക്കറ്റ് ഇത് ടച്ച് ചെയ്തിട്ട് ഇനി തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഡൗണിലേക്കാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഒരു ഡൗൺ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കത്തില്ല ഒരിക്കലും ഒരു 1 അവർ ചാർട്ടിൽ വരുമ്പോൾ. 1 അവറിൽ കണ്ട 1 അവറിൽ ഒരു ഇത് വന്നിട്ട് ഇവിടെ ഒരു പച്ച ക്യാൻഡിൽ, വലിയൊരു ബിഗ് പച്ച ക്യാൻഡിൽ വന്നു. ഇനി 4 അവേഴ്സ് എടുക്കുകയാണെങ്കിൽ 4 അവേഴ്സിൽ ഒറ്റ ക്യാൻഡിലാണ് നിൽക്കുന്നത്. ആ ഒറ്റ ക്യാൻഡിലിനകത്താണ് നമ്മൾ ഇത്രയും വരച്ച് വെച്ചേക്കുന്നത്. ഇനി 1 ഡേ നോക്കുകയാണെങ്കിൽ 1 ഡേയിലൊരു വലിയൊരു ഡൗൺ മൂവ്മെൻ്റാണ് വന്നിട്ടുള്ളത്. അതായത് 1 ഡേ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. 1 ഡേയിലൊരു വലിയൊരു ഡൗൺ മൂവ്മെൻ്റാണ് 1 ഡേയിൽ ഈ ക്യാൻഡിൽ കാണിക്കുന്നത്. ഇനി 1 വീക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 1 വീക്കിലും വലിയൊരു ഡൗൺ മൂവ്മെൻ്റാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഈ ഒരു 15 മിനിറ്റിൽ നമുക്കിവിടെ തിരിച്ചൊരു അപ്പ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്. വന്നിട്ട് നോക്കാം. അപ്പോൾ എപ്പോഴും അത് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എന്ന് പറയുന്നത് ഈ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഉള്ള ട്രെൻഡ് ആയിരിക്കത്തില്ല ഒരിക്കലും അപ്പർ ടൈം ഫ്രെയിമിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പറിലുള്ളതായിരിക്കത്തില്ല ഒരിക്കലും ലോവറിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് അപ്പറിൽ പോയിട്ട് ഒരു ട്രെൻഡ് ഒന്ന് നോക്കണം. അപ്പറിൽ ഏത് ട്രെൻഡാണ് മാർക്കറ്റിനുള്ളതെന്ന്. എന്നിട്ട് ലോവറിലോട്ട് വന്നിട്ട് ഈ ട്രേഡ്സ് ഒക്കെ എടുക്കാൻ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയ കാര്യം. പിന്നെ ഈ പറയുന്ന ട്രേഡ് കറക്റ്റ് ടൈമിൽ ക്ലോസ് ചെയ്യാനൊക്കെ പഠിക്കുക. കാരണം എന്ന് പറയുന്നത് ട്രെൻഡാണ്, എപ്പോൾ വേണോ മാറാം. കാരണം അപ്പറിൽ നിങ്ങൾ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പറിൽ ഡൗൺ മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് അപ്പ് കിട്ടി, ഇവിടെ നിങ്ങൾക്ക് ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടി, നിങ്ങളൊരു ട്രേഡ് എടുത്തു. എന്നാൽ അപ്പറിൽ ഡൗൺ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാർക്കറ്റ് ഈ ഒരു അപ്പിനെയൊക്കെ പൊട്ടിച്ച് തിരിച്ച് ഡൗൺ എടുക്കാം. മനസ്സിലാക്കില്ലേ? അപ്പോൾ ട്രേഡ് എടുക്കുന്നത് ഏത് ടൈം ഫ്രെയിമിലാണ്, എന്തിന് ട്രേഡ് എടുക്കുന്നു ഒക്കെ കൂടെ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാം. എത്ര ടൈപ്പ് ട്രേഡിങ്സ് ഉണ്ട്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അടുത്ത ടൈപ്പ് വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ദിസ് ഈസ് കോൾഡ് ഡൗൺ ട്രെൻഡ്. ആൻഡ് ഡൗൺ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലായല്ലോ? ലോവർ ഹൈസും ലോവർ ലോസും. അപ്പ് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഹയർ ഹൈസും ഹയർ ലോസും. അപ്പോൾ ഇനി നമുക്കിനി ഒരു ട്രെൻഡ് കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.